Hello friends, so till now നമ്മൾ 7 modules finish ചെയ്തിട്ടുണ്ട്. So നമ്മൾ introductions നോക്കി, setup GMB pages എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കി, Bing pages എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കി, keyword research എങ്ങനെ ചെയ്യുന്നു നോക്കി, on page SEO എങ്ങനെ ചെയ്യാൻ നോക്കി, local citations എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കി, എങ്ങനെ റാങ്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ലോക്കൽ മാപ്പ് പാക്കിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കി. നെക്സ്റ്റ് ലോക്കൽ എസ്ഇഒക്ക് വേണ്ടി ലിങ്ക് ബിൽഡിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കി. ഇനി നെക്സ്റ്റ് ഈസ് ലൈക്ക് നമ്മളിപ്പോൾ ഒരു എസ്ഇഒ തുടങ്ങുവാണെങ്കിൽ വാട്ട് ആർ ദ ബേസിക് അക്കൗണ്ട്സിന്റെ സെറ്റപ്പ് നമുക്ക് റിക്വയർ ഉള്ളത്. So that is what we are going to look into this particular video. So let's start. Let's see that എത്ര accounts ആണ് നമുക്ക് normally ഇതിനകത്ത് സെറ്റപ്പ് ചെയ്യേണ്ടത്. So let's one by one നമുക്ക് നോക്കാം. So let's enter into the focus. സോ നമുക്ക് ടൂൾസ് അക്കൗണ്ട് സെറ്റപ്പ് നമുക്ക് ചെയ്യേണ്ട ടൂൾസ് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേർഡ് പ്രസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാഗ് മാനേജർ യൂസ് ചെയ്യാം. അല്ലെ പിന്നെ നമുക്ക് വേർഡ് പ്രസ് മാത്രമല്ല വേറെ ഏത് സൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാഗ് മാനേജർ യൂസ് ചെയ്യാം. ടാഗ് മാനേജർ ഈസ് ഗോയിങ് ടു ബി ലൈക്ക് നമ്മുടെ ഡെവലപ്പർ. സോ ഓരോ ആൾ ഓരോ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. സോ ദേ ആർ ഗോയിങ് ടു ബി അവർ ഡെവലപ്പർ. ആൻഡ് GA അക്കൗണ്ട് ഇസ് ഓൾ അബൌട്ട് നമ്മുടെ അനാലിസിസ്, നമ്മുടെ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി എത്ര ട്രാഫിക് ഉണ്ട്, എത്ര സെക്ഷൻസ് ഉണ്ട്, ആ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ആയിരിക്കും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, GA എടുക്കാൻ പോകുന്നത്. സോ GA ഇസ് ഓൾ അബൌട്ട് നമ്മുടെ ഡാറ്റ അനാലിസിസ് ആണ്. സോ നമ്മുടെ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ സെർച്ച് കൺസോൾ ആൻഡ് HRF സെറ്റപ്പ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യാൻ പോകുന്നത് എന്ത് ഇഷ്യൂസ് ഉണ്ട്. സോ വി കാൻ കോൾ ലൈക്ക് വാട്ട് ആർ ദ ഇഷ്യൂസ് ആർ ദെയർ, ആ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി. വി ക്യാൻ ഈവൻ കോൾ ദിസ് ആസ് എ ഡോക്ടർ, ലൈക്ക് ദേ ടെൽ us like what are the issues are in our body. So നമുക്കിത് for easy understanding it's kind of doctor. So kind of doctor പോലെ ആയിരിക്കും. HRF is also similar kind of section. Bing webmaster, all three will be like kind of doctors which is going to tell us the health of our website. So ഇത്ര സെക്ഷൻസ് ആണ് നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടത്. സോ വൺ ബൈ വൺ നമുക്കത് സെറ്റപ്പ് ചെയ്തിട്ട് പ്രാക്ടിക്കലി ഒന്ന് നോക്കാം. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ഗൈസ് ടു ഗെറ്റ് ഇൻ ടു ഹൗ ടു ഡു ദാറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ടാഗ് മാനേജർ സെറ്റപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് first tag manager setup ചെയ്യാം. So let's take you to a screen and show you how to set up tag manager. So just go to Google and search for the Google Tag Manager. So Google Tag Manager നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ റിസൾട്ടിനകത്ത് Google Tag Manager കിട്ടും. സോ ബേസിക്കലി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സൈറ്റിനകത്ത് വേണ്ട എല്ലാ കോഡും നമ്മൾ ഇതുവഴിയായിരിക്കും നമ്മൾ ഫയർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി ഒരു ടാഗ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, വൺസ് യു കം ഹിയർ യു ജസ്റ്റ് നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്. സോ ലെറ്റ്സ് copy this URL. So create new account, click here. So new account company name ചോദിക്കും. So you can just account in a name കൊടുക്കാം. So whatever the account name എന്താണ് ആ നമുക്ക് account name കൊടുക്കാം. So account name കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുന്നത് country select ചെയ്യാൻ പറ്റും. So you can select the country. You can give a country name. Then data sharing autonomously with Google നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് വെക്കാം. കുറച്ചും കൂടെ ഡാറ്റാസ് ഗൂഗിളിന് കിട്ടട്ടെ. സോ വി ഗെറ്റ് മോർ ബെറ്റർ റിസൾട്ട്. സോ ആ പർട്ടിക്കുലർ പർപ്പസ്. സോ കണ്ടെയ്നർ നെയിം നമുക്ക് എന്താ കൊടുക്കാം, നമ്മുടെ ഡൊമൈൻ നെയിം തന്നെ നമുക്ക് കണ്ടെയ്നർ നെയിം കൊടുക്കാം. സോ എന്താണ് നമ്മൾ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വെബ്സൈറ്റ് ആണോ, iOS ആപ്പ് ആണോ, ആൻഡ്രോയിഡ് ആണോ, AMP ആണോ, സെർവർ ആണോ. സോ ഇത്ര സെക്ഷൻസിനകത്ത് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും, ടാഗ് മാനേജർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വെബ്സൈറ്റിനകത്തോട്ടാണ്. സോ നമ്മൾ വെബ് സെലക്ട് ചെയ്യുക. സോ വെബ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, ക്രിയേറ്റിന് ക്ലിക്ക് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട് പിന്നെ വെരിഫിക്കേഷന് വരും, അത് ക്രിയേറ്റ് ആവും. സോ വൺസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സെറ്റ് ഓഫ് കോഡ്സ് കിട്ടും. ആ കോഡ്സ് നമുക്ക് എന്താ ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് കൊണ്ടുപോകണം, ഇടണം. സോ ലെറ്റ് മീ ഷോ യു ഹൗ ടു ക്രിയേറ്റ് ദിസ് ഇൻ നെക്സ്റ്റ് സ്റ്റേജ്. സോ നമുക്ക് സൈറ്റ് ഇവിടെ വെബ് ക്രിയേറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ക്ലിക്ക് ഓൺ ദ ക്രിയേറ്റ്. സോ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്രൂവ് ചെയ്യാൻ വേണ്ടി പറയും. സോ നമുക്കത് ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്രൂവ് ചെയ്യാം. സോ ക്ലിക്ക് ഓൺ യെസ്. സോ യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെക്ഷൻ വരും, കോഡ് വരും. സോ ഈ കോഡ് ഹെഡറിനകത്തും ഇത് കോഡ് ബോഡിനകത്തും ഇടേണ്ടതാണ്. ഇത്ര മാത്രമേ ഉള്ള ഒരു കോഡിൻ്റെ ചെറിയൊരു ഹെൽപ്പ് ആവശ്യം വരുന്നുള്ളൂ. സോ അത് നിങ്ങൾക്ക് ഡെവലപ്പർ ഉണ്ടെങ്കിൽ ഡെവലപ്പറിനോട് ഇരിക്കാം. അപ്പോൾ വേർഡ് പ്രസ് ആണെങ്കിൽ നമുക്ക് വേർഡ് പ്രസ്സിനകത്ത് എന്താ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഞാനൊരു വേർഡ് പ്രസിൻ്റെ ബാക്ക് എൻഡ് തുറന്നിട്ട് അതിനകത്ത് ഈ കോഡ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ് ഇപ്പോൾ ഇത് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി പിന്നെയും കോഡ് കിട്ടും. സോ ഇത് ഞാനൊരു സാമ്പിളിന് വേണ്ടിയായിരുന്നു ബ്ലോഗ് സ്പോട്ടിനകത്ത് ഉണ്ടാക്കിയത്. നമ്മുടെ മെയിൻ സൈറ്റിൻ്റെ ഞാൻ ഓപ്പൺ ചെയ്യാം കോഡ്. സോ ഇതാണ് കോഡ് വരുന്നത്. സോ ആ സൈറ്റിൻ്റെ കോഡ് നമുക്ക് വന്ന് ഇനിയിപ്പോൾ ഞാൻ വേർഡ് പ്രസിൻ്റെ ബാക്ക് എൻഡ് തുറന്ന്, ഇത് വേർഡ് പ്രസിൻ്റെ ബാക്ക് എൻഡ്, ഇത് എൻ്റെ വെബ്സൈറ്റാണ്, വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡാണ്. സോ അവിടെ പോയിട്ട് നമുക്കൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. സോ ഇൻസ്റ്റാൾഡ് പ്ലഗിൻസിനകത്ത് പോയിട്ട്
ഇൻസർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലഗിൻ ഉണ്ട്. ഈ പ്ലഗിന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. സോ വെരി സിമ്പിൾ ആണ്. ഈ വേർഡ് പ്രസ്സിനകത്ത് ഏറ്റവും സിമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലഗിൻ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. സോ ഇവിടെ വന്നിട്ട് പുതിയ പ്ലഗിൻ സെർച്ച് ചെയ്യുക. ഇവിടെ ഇൻസർട്ട് ഹെഡർ ആൻഡ് ഫുട്ടറിന് അടിക്കുക. സോ ഇൻസർട്ട് ഹെഡർ ആൻഡ് ഫുട്ടറിന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലഗിൻസ് വരും. സോ നമുക്ക് ഫസ്റ്റ് പ്ലഗിൻ വരുന്നത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സ് ഇൻസ്റ്റാൾസ് നോക്കുക ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോക്കുക. അതാണ് ബേസിക്കലി. സോ ഇവിടെ ഇൻസർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ എന്ന് പറഞ്ഞാൽ WP ബിഗിനർ. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യുക. സോ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ആക്ടിവേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സോ നമുക്ക് ആ പ്ലഗിനകത്തോട്ട് ടൂളിനകത്തോട്ട് ഇപ്പം നമുക്ക് പ്ലഗിൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് പ്ലഗിൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പ്ലഗിൻ ഇൻസ്റ്റാൾഡ് ആണ്. ഇനി ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ വരുന്നത്. സോ നമുക്കിത് പ്ലഗിൻ വന്നു കഴിഞ്ഞിട്ട് പ്ലഗിൻ്റെ എവിടെയാണ് വരുന്നത്, സെറ്റിങ്സിനകത്ത് വന്നാൽ ഈ സെറ്റിങ്സിനകത്ത് നമുക്ക് ഇൻസർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. സോ അവിടെ വന്നിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യുക ഇൻസർട്ട് ഹെഡർ ആൻഡ് ഫുട്ടർ. സോ നമുക്ക് ആ കോഡ് കൊടുക്കേണ്ട ഇൻസർട്ട് ഹെഡർ ആൻഡ് ഫുട്ടറിനകത്താണ്. സോ ഹെഡർ ഈ സെക്ഷനും ഫുട്ടർ ഈ സെക്ഷനുമാണ്, ബോഡിയാണ്. സോ നമ്മളിവിടെ കോഡ് വന്നിട്ട് ഫസ്റ്റ് കോഡ് നമ്മൾ നമ്മുടെ ഹെഡറിൻ്റെ കോഡ് ഈ കോഡ് കോപ്പി ചെയ്യുക. ഈ കോഡ് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് റിമൂവ് ചെയ്തിട്ട് ഇത് തന്നെ പിന്നെ ഞാൻ പേസ്റ്റ് ചെയ്യുക. സോ കംപ്ലീറ്റ് ആ ഹെഡർ തന്നെ പേസ്റ്റ് ചെയ്യുക. പിന്നെ ഇത് ബോഡിയുടെ കോഡ് കോപ്പി ചെയ്യുക, ബോഡിനകത്തോട്ട് വരിക. ഇപ്പോൾ ഓൾറെഡി കിടക്കുന്ന സാധനം ഞാൻ റിമൂവ് അടിച്ചിട്ട് പുതിയതായിട്ട് ചെയ്യുക. പിന്നെ ഇവിടെ വന്നിട്ട് സേവ് ചെയ്യുക. സോ ഹെഡ് ബോഡി ഈ രണ്ട് കോഡ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുക. ഇത്ര മാത്രം സെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓക്കെ, സബ്മിറ്റ്, പബ്ലിഷ്. ഇവിടെ ചോദിക്കും ഈ എന്ത് വെർഷനാണ് ഇത്. ജസ്റ്റ് ഒരുപാട് പേര് മാനേജ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റിന് വേണ്ടിയാണ്. ജസ്റ്റ് നിങ്ങൾ കണ്ടിന്യൂ മാത്രം കൊടുത്താൽ മതി. സോ ഇത് ഓട്ടോമാറ്റിക്കലി പബ്ലിഷ് ആയി. സോ പബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് ഇത് വർക്കിംഗ് ആണോ ഇല്ലെന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വർക്ക് സ്പേസിനകത്ത് വന്നിട്ട് വർക്ക് സ്പേസിനകത്ത് വന്നു കഴിഞ്ഞിട്ട് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. സോ വൺസ് യു ക്ലിക്ക് ഓൺ ദ പ്രിവ്യൂ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡൊമൈൻ ഒന്ന് കോപ്പി ചെയ്യാം. സോ ഈ ഡൊമൈൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടുക. സോ ആ സൈറ്റ് കണക്റ്റ് ആക്കാൻ നോക്കുക. സോ അവിടെ നമ്മൾ തുറന്നു കഴിഞ്ഞിട്ട് കണക്റ്റ് ആക്കുക. സോ അത് ഓട്ടോമാറ്റിക്കലി സൈറ്റ് ഓപ്പൺ ആയിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. സോ ഡീബഗ്ഗിങ് മോഡിലാണ് തുറക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഇങ്ങനെ സെക്ഷൻസ് വരും, കണക്റ്റ് ആവും. ഇനിയിപ്പോൾ നമുക്കത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നോക്കുക, നമുക്ക് ഇവിടെ ഡാറ്റാസ് കാണുന്നുണ്ട്. സോ വാപ്പിംഗ് എല്ലാ ടാഗ്സ് എത്ര ഉണ്ട് ഇതെല്ലാം കണക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. സോ ദിസ് ഇസ് ദ വൺ വേ ഹൗ ടു ചെക്ക്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ നമുക്ക് പറഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിനകത്ത് പോയാൽ വെബ് സ്റ്റോറിനകത്ത് പോയാൽ അവിടെ നമുക്ക് ടാഗ് അസിസ്റ്റൻസിന് പറഞ്ഞിട്ട് ഒരു പ്ലഗിൻ ഉണ്ട്. സോ നമുക്ക് ടാഗ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലഗിൻ ഉണ്ട്. ആ പ്ലഗിൻ നമുക്ക് എന്താ ചെയ്യുക, ഇതാണ് ടാഗ് അസിസ്റ്റൻറ്റ് ലെഗസി ബൈ ഗൂഗിൾ. ആഡ് ടു ക്രോം, നമ്മളിത് ക്രോമിനകത്തോട്ട് ആഡ് ചെയ്യുക. സോ ആഡ് എക്സ്റ്റൻഷൻ. സോ ആഡ് എക്സ്റ്റൻഷൻ ആഡ് ചെയ്താൽ എക്സ്റ്റൻഷൻസ് എല്ലാം ഇവിടെ വരും. സോ നമുക്ക് എക്സ്റ്റൻഷൻസ് അവിടെ തന്നെ കാണിക്കാൻ വേണ്ടി ഇവിടെ ടിക്ക് ചെയ്താൽ ഇവിടെ കാണിക്കും. ഇനി നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് തുറക്കുക. സോ ഇതെല്ലാം ക്ലോസ് ചെയ്യുക. ഇതാണ് വെബ്സൈറ്റ്. സോ നമുക്ക് ഡീബഗ് മോഡ് ഒന്ന് മാറ്റാം. സോ ഫിനിഷ്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ഇവിടെ തുറക്കാം. ഇതാണ് വെബ്സൈറ്റ്. തുറക്കുമ്പം ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ടാഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ടാഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ചോദിക്കും എല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണോ. യെസ്. സോ നമ്മൾ യെസ്സിന് കൊടുക്കുക, ഇനേബിൾ ആക്കുക. ഒന്ന് സൈറ്റ് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. സോ റിഫ്രഷ് ചെയ്ത് കൊടുത്താൽ ഇപ്പം ഒരു ടാഗ് കാണുന്നുണ്ട്, ഗൂഗിൾ ടാഗ് മാനേജർ നമ്മൾ സെറ്റപ്പ് ആണ്. സോ ഗൂഗിൾ ടാഗ് മാനേജർ JZ. സോ ഇവിടെ വന്നിട്ട് ജസ്റ്റ് നോക്കുക, JZ ആണ് ലാസ്റ്റ്. കറക്റ്റ് നമുക്ക് ഫയർ ആയിട്ടുണ്ട്. സോ ഒരു പ്ലഗിൻ നമ്മുടെ റെഡിയായി, നമ്മുടെ ഡെവലപ്പർ ഇപ്പോൾ റെഡിയായി. ഇനിയിപ്പം ഡെവലപ്പറിനോട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് വേണ്ട ടൂൾ, ഇമ്പോർട്ടൻറ്റ് ടൂളാണ് അനാലിറ്റിക്സ് ആണ്. സോ ഇതിനു വേണ്ടി നമ്മൾ ഗൂഗിൾ അനാലിറ്റിക്സിന് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ മതി. സോ ജസ്റ്റ് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുക ഗൂഗിൾ അനാലിറ്റിക്സിന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് വരുന്നത് ആ ഗൂഗിൾ അനാലിറ്റിക്സിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ അത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനി അനാലിറ്റിക്സിൻ്റെ നമുക്ക് അക്കൗണ്ടാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്. അനാലിറ്റിക്സ് എന്തിനാണ്, നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ കറൻ്റ്ലി 2 ടൈപ്സ് ഓഫ് അനാലിറ്റിക്സ് ഉണ്ട്. ഒന്ന് GA4ഉം ഒന്ന് ഗൂഗിൾ യൂണിവേഴ്സൽ അനാലിറ്റിക്സ്. ഓക്കെ. സോ നമുക്ക് രണ്ടും ഒരു കൂടെ തന്നെ സെറ്റപ്പ് ചെയ്യാം. രണ്ടിനകത്ത് കുറച്ച് ഡാറ്റ എക്സ്ട്രാസ് ആണ് വരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് മേജറിങ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് മേജറിങ് നമുക്ക് അക്കൗണ്ട് നെയിം കൊടുക്കണം. സോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് തന്നെ നമ്മൾ അക്കൗണ്ട് നെയിം ആയിട്ട് കൊടുക്കാം. സോ
ഇവിടെ ഗൂഗിൾ പ്രൊഡക്റ്റ് സർവീസസ് എല്ലാം നമുക്ക് ടിക്ക് ചെയ്ത് വെക്കാം. ബിക്കോസ് ഡാറ്റാസ് ഷെയറിങ്ങും പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രയും കിട്ടും ബെഞ്ച് മാർക്കെല്ലാം നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ. സോ അത് ജസ്റ്റ് ടിക്ക് ചെയ്ത് വെക്കുക. ഇനി പ്രോപ്പർട്ടി നെയിം, നമ്മുടെ പ്രോപ്പർട്ടി നെയിം സെയിം പ്രോപ്പർട്ടി നെയിം തന്നെ വെക്കുക. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നെയിം. ഇത് നമ്മുടെ GF4 വേണ്ടിയാണ്. സോ ഇവിടെ കൺട്രി സെലക്ട് ചെയ്യുക. സോ നമ്മളിപ്പം ഇന്ത്യ ആണ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക. കറൻസി നമുക്ക് INR ആണ് വേണ്ടെങ്കിൽ INR സെലക്ട് ചെയ്യുക. So let's INR എടുക്കാം. ഇന്ത്യൻ റുപ്പീസ്. സോ INR. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഷോ അഡ്വാൻസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വെൻ ഷോ അഡ്വാൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്രിയേറ്റ് എ യൂണിവേഴ്സൽ അനലിറ്റിക്സ് പ്രോപ്പർട്ടി ഓൾസോ. സോ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ്, നമുക്ക് രണ്ടും വേണം. സോ യൂണിവേഴ്സൽ അനലിറ്റിക്സും നമുക്ക് വേണം. സോ വെബ്സൈറ്റ് URL അവർ ചോദിക്കും. സോ നമുക്ക് വെബ്സൈറ്റ് URL ഇടുക. HTTPSൻ്റെ ആവശ്യമില്ല. സോ HTTPS നമ്മൾ ഇടണ്ട. സോ HTTPS ഞാൻ ഇടുന്നില്ല. സോ മാറ്റിയിട്ട് ഞാൻ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ക്രിയേറ്റ് ബോത്ത് ഗൂഗിൾ അനാലിറ്റിക്സ് 4 ആൻഡ് യൂണിവേഴ്സൽ അനാലിറ്റിക്സ് പ്രോപ്പർട്ടി. എനിക്ക് രണ്ടും വേണം, അതുകൊണ്ട് ഞാനിത് ടിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇനേബിൾ ഇൻഹാൻസ്ഡ് മെജർമെൻറ്റ് ഓഫ് ഗൂഗിൾ അനാലിറ്റിക്സ് പ്രോ പ്രോപ്പർട്ടി, ഇതും നമ്മൾ ടിക്ക് ചെയ്ത് വെക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് യൂണിവേഴ്സൽ അനാലിറ്റിക്സ് മാത്രം ക്രിയേറ്റ് ചെയ്യണമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു. ബട്ട് എനിക്ക് രണ്ടും വേണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കും ക്ലിക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റേജിനകത്തോട്ട് പോവുക. ഇനി കുറച്ച് അവർ ബിസിനസ് ഇൻഫർമേഷൻസ് ചോദിക്കാനാണ്. ഹൗ മെനി വൺ, ഏത് ഇൻഡസ്ട്രിയാണ്. സോ നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രിയാണ് നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് മോർ ഇൻ ടു it can be online communities. So health, small health അല്ല, അത് പേഴ്സണാലിറ്റി, ബിസിനസ്, ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസ്. കറക്റ്റ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്താൽ നമുക്ക് ആ ഇൻഡസ്ട്രിയുടെ ഡാറ്റാസ് കിട്ടും. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ സെക്ഷൻസിനകത്ത് നമ്മൾ ഇത്ര ഫോക്കസ് ചെയ്യുന്നത്. പീപ്പിൾ ആൻഡ് സൊസൈറ്റി സെലക്ട് ചെയ്യാം. സ്മോൾ ബിസിനസ്സാണ്. എന്താണ് മേജർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് ഓപ്റ്റിമൈസ് മൈ വെബ്സൈറ്റ് ആപ്പ് എക്സ്പീരിയൻസ്. ആപ്പില്ല. സോ നമ്മൾ ഇത് ബേസിക്കലി നിറച്ച് കൊടുത്താൽ മതി. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അനലൈസ് മൈ ഓൺലൈൻ സെയിൽസ്, മേജർ കണ്ടന്റ് മോണിറ്റൈസേഷൻ, ഇൻക്രീസ് മൈ കൺവേർഷൻ, മേജർ ലീഡ് ജനറേഷൻ, മേജർ ആപ്പ് ഇൻസ്റ്റാൾ. ആപ്പൊന്നുമില്ല. സോ നെക്സ്റ്റ്, അത് ബേസിക് ഒരു ഇൻഫോർമേഷൻ ആണ്. ഇവിടെ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യുക, ഇന്ത്യ. അവിടെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യുക, ഐ അക്സെപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഐ അക്സെപ്റ്റിന് ക്ലിക്ക് ചെയ്യുക. സോ അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സോ ഇതോടെ നമ്മുടെ എന്താ റെഡിയാവും, നമ്മുടെ ടാഗ് മാനേജർ റെഡിയാവും, മൈ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വെബ് സ്ട്രീംസ് ക്രിയേറ്റ് ചെയ്യണം. സോ വെബ് സ്ട്രീം എന്താണ് പറഞ്ഞാൽ നമുക്ക് ഈ സാധനം നമ്മുടെ സൈറ്റായിട്ട് കണക്ട് ചെയ്യണം, എന്നാലേ നമ്മുടെ ഇത് വർക്കൗട്ട് ആവത്തുള്ളൂ. സോ അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എ ന്യൂ ഓൺ പേജ് ടാഗും അല്ലെ പിന്നെ എക്സിസ്റ്റിംഗ് ആൻഡ് ടാഗ്. സോ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെ പിന്നെ ഗൂഗിൾ സൈറ്റ് ടാഗ്. ഈ ടാഗ് മാത്രം കൊണ്ടുപോയിട്ട് സൈറ്റിനകത്ത് ഇട്ടാൽ മതി, വർക്കാവും. ബട്ട് നമ്മൾ ടാഗ് മാനേജർ വഴി ചെയ്യാൻ ഇച്ചിരി കൂടെ പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ടാഗ് മാനേജർ എടുക്കുക. സോ ടാഗ് മാനേജറിനകത്ത് നമ്മളിത് സെറ്റപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് സി ഹൗ വി ക്യാൻ സെറ്റപ്പ്. സോ ടാഗ് മാനേജറിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, മെജർമെൻറ്റ് IDയുടെ ആവശ്യമുള്ളൂ. സോ നമുക്ക് ഇവിടെ ടാഗ് മാനേജർ തുറക്കാം. സോ ടാഗ് മാനേജറിനകത്ത് ന്യൂ ടാഗിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ടാഗിനകത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ടാഗ് കൺഫിഗറേഷനിൽ ക്ലിക്ക് ചെയ്യുക. ടാഗ് കൺഫിഗറേഷനകത്ത് നമുക്ക് GF4 കൺഫിഗറേഷൻസ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് GF4 കൺഫിഗറേഷൻ സെറ്റ് ചെയ്യാം. മെജർമെൻറ്റ് ID ആണ് ചോദിച്ചാൽ ആ മെജർമെൻറ്റ് ID ഇവിടെ കൊടുക്കുക. വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ ട്രിഗറിനകത്ത് വന്നിട്ട് നമ്മുടെ ഓൾ പേജസ് സെലക്ട് ചെയ്യുക. ബിക്കോസ് അനാലിറ്റിക്സ് ഞാൻ ഓൾ പേജസിനാണ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സേവ് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി പേര് വരും, ഗൂഗിൾ അനാലിറ്റിക്സ് GF4 കൺഫിഗറേഷൻ ആണ്. സേവ്. സോ നമുക്കത് സേവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ്, പബ്ലിഷ്, കണ്ടിന്യൂ. സോ ആ പ്രോസസ്സ് നമ്മൾ എല്ലാം വട്ടം നമ്മൾ എന്തെങ്കിലും കോഡ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകണം. സോ നമ്മളിവിടെ പർട്ടിക്കുലർ സെക്ഷൻസ് ടാഗ് മാനേജർ കൺഫിഗർ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ അനാലിറ്റിക്സിനകത്ത് വന്നാൽ നമുക്കിവിടെ ഈ സെക്ഷൻസ് എല്ലാം ഇൻഹാൻസ്മെൻറ്റ് ഓൺ ചെയ്ത് വെക്കുക. ടാഗ് സെറ്റപ്പായി. സോ ഈ പർട്ടിക്കുലർ സെക്ഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ വെബ് സ്ട്രീം ക്രിയേറ്റ് ആയി, ടാഗ് മാനേജർ ക്രിയേറ്റ് ആയി. നമ്മളിത് വർക്കിംഗ് ആണോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വി ക്യാൻ കം ഹിയർ. നമുക്ക് റിപ്പോർട്ടിനകത്ത് വന്നിട്ട് റിയൽ ടൈമിൽ ഡാറ്റാസ് നമുക്ക് നോക്കാൻ പറ്റും. സോ റിയൽ ടൈമിൽ നമ്മുടെ സൈറ്റിനകത്ത് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രാഫിക് കാണും. ഇവിടെ 30 മിനിറ്റ്സിൻ്റെ ട്രാഫിക് ആയിരിക്കും വരാൻ പോകുന്നത്. സോ നമുക്കിപ്പം ഇത് വർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സൈറ്റിനകത്ത് കാണാൻ പറ്റും.
So you can let me open that site. So Wapping Universe, so നമുക്ക് ജസ്റ്റ് ഗൂഗിളിനകത്ത് ഓപ്പൺ ചെയ്യാം വേറെ ഡിവൈസിന്. സോ നമുക്ക് ഇവിടെ സോഴ്സ് വന്നെന്ന് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് വിസിറ്റ് നടന്നിട്ടുണ്ട്. സോ ഇവിടെ ഡാറ്റാസ് നമുക്ക് കാണിക്കാൻ തുടങ്ങി. സോ നമുക്കിവിടെ ഓരോ ഡാറ്റാസ് കാണിക്കും. ഒരു ന്യൂ യൂസേഴ്സ് വരുവാണെങ്കിൽ ആ യൂസേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് ഇവിടെ നമുക്ക് ഗൂഗിൾ അനാലിറ്റിക്സിനകത്ത് നമ്മൾ അറിയാൻ പറ്റും. ഏത് സ്ഥലത്ത് നിന്ന് എപ്പോഴാണ് വന്നത്, എങ്ങനെയാണ് വന്നത്. സോ നമുക്ക് റിയൽ ടൈം ഡാറ്റാസ് ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ സം ടൈം ടു ഇത് ഫീഡ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ബട്ട് യു വിൽ ഗെറ്റ് ഓൾ ദ ഡാറ്റാസ്. ലൈക്ക് ഇപ്പം അറ്റ്ലീസ്റ്റ് ഇത് ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നുണ്ട്. സോ ഇത് നമ്മുടെ ഗൂഗിൾ അനാലിറ്റിക്സ് GA4 ആയിരുന്നു. ഇനി നമുക്ക് യൂണിവേഴ്സൽ അനാലിറ്റിക്സ് ഒന്ന് സെറ്റപ്പ് ചെയ്യാം. യൂണിവേഴ്സൽ അനാലിറ്റിക്സ് സെറ്റപ്പ് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു ജസ്റ്റ് യൂണിവേഴ്സൽ അനാലിറ്റിക്സ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് മാറ്റി. നമുക്ക് ഇവിടുന്ന് അഡ്മിൻ ലേബലിന് മാറ്റാൻ പറ്റും. സോ ഇവിടെ നിന്ന് അഡ്മിൻ ലേബലിനകത്തോട്ട് പോയിട്ടും അത് എടുക്കാൻ പറ്റും. ഇവിടെ യൂണിവേഴ്സൽ അനാലിറ്റിക്സ് ഏതാ തുറക്കേണ്ടത് നമുക്ക് 2 പ്രോപ്പർട്ടിയാണ്. സോ യൂണിവേഴ്സൽ ആണോ GA4 ആണോ? ഇപ്പം ഞാൻ യൂണിവേഴ്സൽ ആണ് എടുക്കുന്നത്. സോ ഇത് യൂണിവേഴ്സൽ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ട്രാക്കിംഗ് ഇൻഫോ എടുക്കുക. ട്രാക്കിംഗ് ഇൻഫോനകത്ത് നമുക്ക് ട്രാക്കിംഗ് കോഡ് എടുക്കുക. സോ ഈ കോഡാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സൈറ്റിനകത്തോട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ടത്. സോ ട്രാക്ക് ദിസ് പർട്ടിക്കുലർ സെക്ഷൻ. സോ അതിനുവേണ്ടി നമുക്ക് ഈ ട്രാക്കിംഗ് ID മാത്രം മതി. സോ നമുക്ക് ഇതും പോയിട്ട് ടാഗ് മാനേജർ വഴി നമുക്ക് ഫയർ ചെയ്യാം. സോ ഞാൻ അഗെയിൻ വർക്ക് സ്പേസിനകത്തോട്ട് പോവാം. ന്യൂ ടാഗിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഗൂഗിൾ യൂണിവേഴ്സൽ അനാലിറ്റിക്സ് ആണ്. സോ നമുക്ക് യൂണിവേഴ്സൽ അനാലിറ്റിക്സ് സെറ്റ് ചെയ്യാം. പേജ് വ്യൂ ആണ്. വേരിയബിൾസ് ചോദിക്കുന്നുണ്ട്. സോ ആഡ് ന്യൂ വേരിയബിൾസ്. നമുക്ക് ഇപ്പം വേരിയബിൾസ് ആഡ് ചെയ്യണം. സോ അതാണ് നമ്മുടെ ട്രാക്കിംഗ് ID. ഇതാണ് നമ്മുടെ ട്രാക്കിംഗ് ID. സോ ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. സോ സെയിം നെയിം വരും. ഗൂഗിൾ സെറ്റിംഗ് ആണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം വേരിയബിൾസ് ആഡായി. ഇനിയിപ്പോൾ ട്രിഗർ എവിടെയാണ് ട്രിഗർ ചെയ്യുന്നത്, ഓൾ പേജസിനകത്താണ് ട്രിഗർ ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് സേവ് ഇറ്റ്. സോ ഗൂഗിൾ യൂണിവേഴ്സൽ അനാലിറ്റിക്സ് ആയി. സോ അതേപോലെ തന്നെ യൂണിവേഴ്സൽ അനാലിറ്റിക്സ് നമ്മൾ സേവ് ചെയ്ത് ഇനി ഇത് സബ്മിറ്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക ആൻഡ് കണ്ടിന്യൂ. സോ നമ്മുടെ ഗൂഗിൾ അനാലിറ്റിക്സ് യൂണിവേഴ്സൽ അനാലിറ്റിക്സും കൂടെ നമുക്ക് ഫയർ ആയി. സോ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെയും റിയൽ ടൈം വന്നിട്ട് നമുക്ക് ഡാറ്റ നോക്കാൻ പറ്റും, റിയൽ ടൈമിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലേന്ന്. സോ ലെറ്റ്സ് when you open this you will see that if ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ സൈറ്റിനകത്ത് കാണാം. സോ ലെറ്റ് മീ ഓപ്പൻ സം വർക്കിംഗ് ആണെങ്കിൽ ഇത് വരും. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ടാഗ് അസിസ്റ്റൻസ് ഇത് ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാഗ് അസിസ്റ്റൻസിനകത്തും നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് വർക്കിംഗ് ആണോ ഇല്ലേന്ന്. സോ ഗൂഗിൾ ടാഗ് മാനേജർ ആണ് ഇപ്പം കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഫയർ ആയോ, ലെറ്റ്സ് വെയിറ്റ്. സോ നമുക്ക് റിയൽ ടൈമിൽ ഇവിടെ ഡാറ്റ കാണാൻ തുടങ്ങി. ആൾ വന്നിട്ടുണ്ട്, എബൌട്ട് അസ് പേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ദ വേ ഹൗ നമുക്ക് എങ്ങനെ ടാഗ് മാനേജറിനകത്ത് ത്രൂ അനാലിറ്റിക്സ് രണ്ടും സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ നമ്മൾ ഗൂഗിൾ യൂണിവേഴ്സൽ അനാലിറ്റിക്സും പിന്നെ ഗൂഗിൾ GA4 നമ്മൾ സെറ്റപ്പ് ചെയ്ത് ഇനി നമുക്ക് അടുത്ത ടൂൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സെക്കൻഡ് വൺ ഈസ് നമ്മൾ ടാഗ് മാനേജർ കഴിഞ്ഞ് ഗൂഗിൾ അനാലിറ്റിക്സ് കഴിഞ്ഞ് ഇനി നമുക്ക് സെർച്ച് കൺസോൾ ചെയ്യാം. സെർച്ച് കൺസോൾ ബേസിക്കലി നമ്മൾ പറഞ്ഞ പോലെ ഗൂഗിൾ ഡോക്ടർ ആണ്. സോ ജസ്റ്റ് സെർച്ച് കൺസോളിന് മാത്രം ഗൂഗിളിനെ സെർച്ച് ചെയ്താൽ മതി, ഈ പേജ് ആയിരിക്കും കിട്ടുന്നത്. സോ സ്റ്റാർട്ട് നൗ. സോ നമ്മളിപ്പം ഇതെല്ലാം ഒരു Gmail ID വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ് ചെയ്യാൻ വേണ്ടി. സോ ഇവിടെ നമുക്ക് വെബ്സൈറ്റ് ഡൊമൈൻ നെയിം കൊടുക്കണം. സോ ലെറ്റ്സ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം കൊടുക്കാം. സോ ഡൊമൈൻ നെയിം കൊടുത്ത് യു ക്യാൻ ജസ്റ്റ് ദേ വിൽ ആസ്ക് ഫോർ ലൈക്ക് ഡൊമൈൻ നെയിം, കണ്ടിന്യൂ ചെയ്യും. ഡൊമൈൻ നെയിം ജസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ അടിക്കാം. സോ ഇവർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത്. സോ നമുക്ക് GoDaddyയിൽ വെരിഫൈ ചെയ്യാൻ ഇങ്ങനെ പോയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ വൺ വേ ഓഫ് ഡൊമൈൻ വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ലെറ്റ്സ് റിമൂവ് ദിസ്. നമുക്ക് URL വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. അത് നമുക്ക് ഇവിടെ URL പ്രിഫിക്സിനകത്ത് വരിക. ഇതാണ് ഏറ്റവും സിമ്പിൾ. ഇവിടെ നമ്മൾ ആ URL വെച്ചിട്ട് കണ്ടിന്യൂ അടിക്കുക. ചെക്കിംഗ് ഫോർ വെരിഫിക്കേഷൻ. സോ വെരിഫിക്കേഷനകത്ത് ഒരുപാട് ഓപ്ഷൻ വന്ന് നമുക്ക് HTML ഫയൽ കിട്ടി, ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. ടാഗ് കിട്ടി, ഇത് നമ്മൾ ആ ഹെഡർ ഇട്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ ടാഗ് കോപ്പി ചെയ്താലും മതി. അല്ല പിന്നെ ഗൂഗിൾ അനാലിറ്റിക്സ് ടാഗ് മാനേജർ. സോ നമുക്ക് ഓൾറെഡി നമ്മൾ ഗൂഗിൾ അനാലിറ്റിക്സ് ചെയ്ത് ടാഗ് മാനേജർ ചെയ്തെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്താ ചെയ്യുന്നത്, ഗൂഗിൾ അനാലിറ്റിക്സ് ഓൾറെഡി നമ്മൾ ഈ മെയിൽ ID തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് അത് വെരിഫൈ വിത്ത്
ഗൂഗിൾ അനലിറ്റിക്സിന് ചെയ്താൽ തന്നെ ഓണർഷിപ്പ് വെരിഫൈ ചെയ്യും. സോ ദർ ഇസ് സം വെരിഫിക്കേഷൻ ഗൂഗിൾ അനലിറ്റിക്സിനകത്ത് ഫെയിൽ ആവുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു ടാഗ് മാനേജർ വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ചെക്ക് വിത്ത് ദ വെരിഫിക്കേഷൻ വിത്ത് ദ ടാഗ് മാനേജർ. സോ ടാഗ് മാനേജർ വെച്ചിട്ട് വെരിഫൈ ആയി. സോ വലിയ അതിനകത്ത് സെക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഏത് വെച്ചിട്ട് വെരിഫൈ ആയാൽ ഒരു വെരിഫൈ ആയാൽ മാത്രം മതി. സോ അഗെയിൻ ഇത് നമ്മുടെ പ്രോപ്പർട്ടീനകത്തോട്ട് എത്തി. ഇവിടെ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് സൈറ്റിൻ്റെ ഡാറ്റാസ് നമുക്ക് ഹെൽത്ത് റിപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത വരുന്നത് ബിങ് വെബ് മാസ്റ്റർ ആണ്. സോ ബിങ് വെബ് മാസ്റ്ററിനകത്ത് നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഒരു സെർച്ച് കൺസോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം സെർച്ച് കൺസോൾ വെച്ചിട്ട് തന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ബിങ് വെബ് മാസ്റ്റർ ആണ്. സോ ലെറ്റ്സ് മൂവ് ബിങ് വെബ് മാസ്റ്റർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് HRFൻ്റെ സെറ്റ് ചെയ്യാം. സോ ബിങ് വെബ് മാസ്റ്റർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് ബിങ് വെബ് മാസ്റ്ററിന് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ സൈറ്റിനകത്ത് വരിക. ഏതാണ് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഫേസ്ബുക്ക്, നമ്മൾ ഗൂഗിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ആ സെയിം ജിമെയിൽ ID ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഒരു സിംഗിൾ ജിമെയിൽ ID വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഈ ജിമെയിൽ ID ഞാൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക്. ഇനി ഇവിടെ ചോദിക്കുന്ന സെർച്ച് കൺസോൾ വെച്ചിട്ട് ചെയ്യണോ അല്ലെ പിന്നെ മാനുവലായിട്ട് ചെയ്യണോ. സോ ഏറ്റവും ഈസി നമുക്ക് സെർച്ച് കൺസോൾ വെച്ചിട്ട് ചെയ്താൽ മതി. സോ ഇമ്പോർട്ട്, സോ രണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറയുക. കണ്ടിന്യൂ. ഞാൻ ആ ഡാറ്റ കംപ്ലീറ്റ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാണ്, വെരിഫൈ ചെയ്യാൻ അതോറിറ്റി കൊടുക്കുവാണ്. സോ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ. സോ ഒരുപാട് ടെക്നിക്കാലിറ്റിയിൽ പോവാതെ ഈസിയസ്റ്റ് വേയിൽ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. സോ ഇമ്പോർട്ട് എല്ലാ സാധനവും ഇമ്പോർട്ട് ചെയ്യണം. യെസ്, ഇമ്പോർട്ട് കംപ്ലീറ്റ്ലി ഇമ്പോർട്ട് ചെയ്യുക. സക്സസ്ഫുൾ. സോ അതോടെ നമ്മുടെ ബിങ് വെബ് മാസ്റ്ററും സെറ്റപ്പായി. സോ ഇത്ര ഈസിയാണ്. സോ നൗ ലെറ്റ്സ് മൂവ് ടു അനദർ വൺ, Ahref വെബ് മാസ്റ്റർ. നമ്മൾ Ahref വെബ് മാസ്റ്റർ ടൂളിന് സെർച്ച് ചെയ്യുക. സോ വെബ് മാസ്റ്റർ ടൂൾസിൻ്റെ റിസൾട്ട്സ് കിട്ടും. അവിടെ നമുക്ക് Ahrefഉം കൂടെ സെറ്റ് ചെയ്യാം. Ahref ഈസ് വൺ ഓഫ് ദ ടൂളാണ്. നമുക്ക് SEOയിൽ നല്ല യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, നല്ല എഫക്റ്റീവ് ടൂളാണ്. സോ ഒരുപാട് ഡാറ്റ നമുക്ക് ഇവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. സോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് വെരിഫൈ ചെയ്യുന്നത്. സോ സൈൻ അപ്പ് ഫോർ ഫ്രീ. സോ ക്ലിക്ക് ഓൺ ദ ഫ്രീ. ഇമെയിൽ ID കൊടുക്കണം. സോ യു ക്യാൻ സൈൻ അപ്പ് വിത്ത് ദ ഗൂഗിൾ. സോ ഐ അക്സെപ്റ്റ് ആൻഡ് സൈൻ അപ്പ് വിത്ത് ദ ഗൂഗിളിനകത്ത് കൊടുക്കുക. സോ അവർ ആ ഇമെയിൽ ID വെച്ചിട്ട് തന്നെ വെരിഫൈ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കും. സോ നമ്മുടെ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് സൈൻ അപ്പ് ചെയ്യാൻ നോക്കുക. ലെറ്റ്സ് വെയിറ്റ്. സൈൻ അപ്പ് ആവുന്നുണ്ട്. സോ ഇതിപ്പം നമ്മളുടെ ജസ്റ്റ് റിഫ്രഷ് അടിക്കുക. ഗോ ടു ആപ്പ്. സോ ഇവിടെ നമുക്ക് നമ്മളെ ഉള്ളിലോട്ട് കയറി. ഇനിയിപ്പം ആഡ് പ്രൊജക്റ്റ് ചോദിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ആഡ്. സോ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാനുവലി ആഡ് ചെയ്യാം, അല്ലെ പിന്നെ ഗൂഗിൾ സെർച്ച് കൺസോളിന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അഗെയിൻ നമ്മൾ ഏറ്റവും ഈസി സ്റ്റെപ്പ് പിക്ക് ചെയ്യാം. ഗൂഗിൾ സെർച്ച് കൺസോൾ നമുക്ക് എടുക്കാം. സോ ഈസിയാണ് നമുക്ക് ആഡ് ചെയ്യാൻ. സോ വൺസ് സെർച്ച് കൺസോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സോ ഓൾ ദ ഇൻഫർമേഷൻ ദേ ആർ ആസ്കിങ്. സോ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സും സെർച്ച് കൺസോളും വെരിഫൈ ചെയ്യാം. സോ നമുക്കിത് രണ്ടും വെരിഫൈ ചെയ്തിട്ട് കണ്ടിന്യൂ അടിക്കാം. ഇമ്പോർട്ട് സൈറ്റിൻ്റെ പേര് വന്ന്. സോ ക്രോൾ ഇന്റർണൽ ലിങ്ക്, ഷെഡ്യൂൾ വീക്ക്ലി ഓഡിറ്റ് ആൻഡ് സ്റ്റാർട്ട് ഫസ്റ്റ് ഓഡിറ്റ് നൗ. സോ ഇമ്പോർട്ട്. സോ ജസ്റ്റ് എല്ലാം ഓൺ ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുക. സോ മോർ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഇതാണ് ബേസിക്. നമുക്കൊരു വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇത്ര ബേസിക് ടൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫോർ അവർ ട്രാക്കിംഗ് പർപ്പസിന് വേണ്ടി, ഫോർ അവർ ഇമ്പോർട്ടൻറ്റ് ഒരു സക്സസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്ര ടൂൾസിനെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഇമ്പോർട്ടിങ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇമ്പോർട്ട്. സോ ഇമ്പോർട്ട് ഡൺ ആയി. സോ നമ്മുടെ സൈറ്റ് ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഡാറ്റാസ് നോക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ മോഡ്യൂൾസ്. നമ്മൾ ഇത്ര മേജർ ആയിട്ടുള്ള ആവശ്യപ്പെടുന്ന എല്ലാ ടൂൾസിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത്. ഇനിയിപ്പോൾ ഈ ടൂൾസിൻ്റെ ഒരു അഡ്വാൻസ് സെക്ഷൻസ് ഉണ്ട്, അത് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് സ്റ്റോറിയാണ്. ഈ പർട്ടിക്കുലർ സെക്ഷനകത്ത് ഹൗ ടു സെറ്റപ്പ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി ലൈക്ക് ഹൗ ടു യു ക്യാൻ സെറ്റപ്പ് ഓൾ ദീസ് ടൂൾസ് ആൻഡ് അനലൈസ് ദം ലേറ്റർ ഓൺ സെക്ഷനകത്ത്. സോ അറ്റ്ലീസ്റ്റ് ഇത്ര ടൂൾസ് സെറ്റപ്പ് ചെയ്യാൻ നോക്കുക. സോ ദാറ്റ്സ് ദ ദിസ് മോഡ്യൂൾ. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിനകത്ത് നമ്മൾ ലോക്കൽ SEO ഓഡിറ്റിംഗ് നോക്കും. സോ നമ്മുടെ സൈറ്റിനകത്ത് എന്തെന്താ ഇഷ്യൂ ഉള്ളത്, അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, സോ അത് എന്തെന്ത് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കുക, അതായിരിക്കും നമ്മൾ SEO ഓഡിറ്റിനകത്ത് ചെയ്യാൻ പോകുന്നത്. സോ വിൽ see these things in next video. See you guys in next module.